ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസ് ഫ്രാൻസിസ് മദർ പ്രൊവിൻഷ്യൽ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലച്ഛനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ പേര് സിസ്റ്റർ ലിയോ DM. എൻ്റെ വീട് ആലപ്പുഴയിൽ പൂന്തോപ്പ് ഇടവകയിൽപ്പെട്ട് ആണ്. ഞാൻ നേരിട്ട് കണ്ടതും കേട്ടതും സ്പർശിച്ചതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വല്യച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. എല്ലാവരോടും ഹൃദ്യമായി സംസാരിച്ചിരുന്നു. എല്ലാവരും അച്ഛൻ്റെ സ്നേഹിതരായിരുന്നു. നമ്മുടെ അച്ഛൻ ഒരു വിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു ആധ്യാത്മിക ആചാര്യനായിരുന്നു. തന്നെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യം, വൈദിക ജീവിതം, മരണം വരെ വിശ്വസ്തയോടെ നിറവേറ്റി. തീക്ഷ്ണമതിയായ ഒരു മിഷനറി. നാടും വീടും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് യാതൊരു പരിചയവുമില്ലാത്ത ഒരു നാട്ടിലേക്ക് സധൈര്യം ഇറങ്ങിത്തിരിച്ച നലം തികഞ്ഞ ഒരു മിഷനറി. രോഗികളെ ശാരീരികമായും ആധ്യാത്മികമായും സൗഖ്യപ്പെടുത്തുന്ന ഒരു വൈദ്യൻ, ഒരു ഡോക്ടർ, ഒരു വത്സല പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ ഹൃദയം, മക്കളോടൊത്ത് പൊട്ടാസ് പൊട്ടിച്ചും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിക്കുന്ന ഒരു വാത്സല്യ പിതാവ്, തെറ്റെന്ന് പറയുന്ന ധൈര്യശാലി, സത്യത്തിനു വേണ്ടി എന്തും ത്യജിക്കുവാനുള്ള നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഒരു ഉടമ. ഇനിയും അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ധാരാളമുണ്ട്. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെ പറ്റിയുള്ള എൻ്റെ എളിയ സ്മരണകൾ ഞാനൊന്ന് അയവിറക്കുകയാണ്. ഒരു പിതാവിൻ്റെ വാത്സല്യ സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ട വല്യച്ഛനിൽ ഞാൻ കണ്ടിരുന്നത്. ആദ്യമായി ഞാൻ മാർത്താണ്ഡം മഠത്തിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മദർ മാർഗരറ്റ് വിവരം ബഹുമാനപ്പെട്ട അച്ഛനെ അറിയിച്ചു. ക്ഷണനേരം കൊണ്ട് വല്യച്ഛൻ മഠത്തിൽ വന്നെത്തിക്കഴിഞ്ഞു. യാതൊരു പരിചയവും ഇല്ലെങ്കിലും ഒരു പ്രത്യേക വാത്സല്യത്തോടെ ആണ് അന്ന് എന്നോട് അച്ഛൻ സംസാരിച്ചത്. പിന്നെയാണ് ഇദ്ദേഹം നമ്മുടെ സമൂഹ സ്ഥാപകനാണെന്ന് ഞാൻ അറിയുന്നത്. അസ്പയറൻസി മുതൽ വല്യച്ഛനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങി. മിക്കവാറും ദിവസങ്ങളിൽ അച്ഛൻ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഈശോയെ സ്നേഹിക്കേണ്ടത് എപ്രകാരമാണെന്നൊക്കെ പറഞ്ഞു തരും. അച്ഛൻ മാർത്താണ്ഡത്ത് വന്ന കാര്യവും മഠം തുടങ്ങിയ കാര്യവും പിന്നെ കുറേ തമാശകളുമെല്ലാം പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിക്കും. വൈകുന്നേരം ചായ കുടിക്കാൻ മഠത്തിൽ വരും. അത് കഴിഞ്ഞാലുടനെ അച്ഛൻ ചാപ്പലിലേക്ക് പോകും. ഞങ്ങൾ തോട്ടം ജോലി സമയത്ത് ബഹളവും വെച്ച് വെള്ളവും ഒഴിച്ച് അതിലേ നടക്കും. അപ്പോൾ ഞങ്ങൾ പരസ്പരം പറയും, ഈ അച്ഛൻ പള്ളിയിൽ ഇത്രയും നേരം എന്തോ എടുക്കുകയാണ്. പിന്നെയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകുന്നത്. നമ്മുടെ വല്യച്ഛൻ ഈശോയെ നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പേശിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പുസ്തകം, ഒരു ചെറിയ പുസ്തകം, ഒരു ജപമാല, ഇതൊക്കെ പിടിച്ചുകൊണ്ട് സന്ധ്യ വരെ അവിടെ ഇരിക്കും. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ മാതൃക ലഭിച്ചു. ബൈബിൾ വായിക്കണമെന്നും കൊന്ത ചൊല്ലണമെന്നും ഈശോയുടെ അടുത്ത് സമയമെടുത്ത് പ്രാർത്ഥിക്കണമെന്നും ഞങ്ങൾ പഠിച്ചു. സ്വന്തം പിതാവിനടുത്ത വാത്സല്യമേറിയ ചിരി എനിക്ക്
ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ചിരി ആണ് അച്ഛൻ്റേത്. അതുപോലെ പെരുമാറ്റവും. നമ്മൾ അച്ഛന് സ്തുതി കൊടുക്കുമ്പോൾ അതിലും കൂടുതൽ വണക്കത്തോടെ നമുക്ക് സ്തുതി തിരിച്ചു തരും. ഭക്ഷണം കൊടുക്കാൻ മേടയിൽ പോകുമ്പോൾ പഴം അല്ലെങ്കിൽ പഴുത്ത മാങ്ങ, മുറ്റത്ത് നിൽക്കുന്ന മരത്തിലെ പഴങ്ങൾ, ഇതെല്ലാം ഞങ്ങൾക്ക് കൈ നിറച്ച് തരും. അതുകൊണ്ട് എല്ലാവർക്കും അച്ഛന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ഇഷ്ടമാണ്. ഞങ്ങളെ പോസ്റ്റലൻസിൽ പ്രവേശിപ്പിച്ചത് ബഹുമാനപ്പെട്ട വല്യച്ഛനാണ്. വെള്ളസാരിയും തലമുണ്ടും, മുഴുവൻ സമയവും അതിട്ടുകൊണ്ട് നടക്കുന്നത്. ശനിയാഴ്ചയാകുമ്പോൾ സാരി ഒരു പരുവവുമാകും. ഞായറാഴ്ച അതെല്ലാം മാറ്റി തലേണയുടെ അടിയിൽ മടക്കി വച്ചിരിക്കുന്ന സാരിയും ബ്ലൗസും എടുത്ത് ധരിക്കും. ഇപ്പോഴത്തെ പോലെ അന്ന് വലിയ തേപ്പും അയണിങ്ങും ഒന്നും ഇല്ല. അങ്ങനെ ഞങ്ങളെ പോസ്റ്റലൻസിൽ പ്രവേശിപ്പിച്ചതിൽ ബഹുമാനപ്പെട്ട വല്യച്ഛന് വലിയ സന്തോഷമായിരുന്നു. ഓണത്തിനും ക്രിസ്മസിനും ഞങ്ങൾക്ക് പടക്കം വാങ്ങിത്തരുമായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്ന് ഇരുന്ന് അത് പൊട്ടിക്കും. ഞങ്ങളെ കൊണ്ട് പൊട്ടിപ്പിക്കുകയും അച്ഛൻ കൈകൊട്ടി ചിരിച്ച് ഞങ്ങളെ ചിരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കൂടെ ബഹുമാനപ്പെട്ട തെരേസ അമ്മയും ഉണ്ടായിരുന്നു. ബാലഭവനിലെ കുട്ടികൾക്കും അച്ഛൻ പടക്കം വാങ്ങിക്കൊടുക്കുമായിരുന്നു. അപ്പോഴൊക്കെ അച്ഛൻ്റെ മുഖഭാവം എത്ര സംതൃപ്തമായിരുന്നു. ഞങ്ങൾ വ്രതമെല്ലാം കഴിഞ്ഞ് സിസ്റ്റേഴ്സ് ആയപ്പോൾ എല്ലാവരുടെയും പേരുകൾ അച്ഛൻ പഠിച്ച് ഓരോരുത്തരെയും വളരെ ആദരവോടും സ്നേഹത്തോടും കൂടെ പേര് വിളിക്കുമായിരുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ റീത്തായുടെ കൂടെ എന്നെ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ അച്ഛന് വളരെ ശ്രദ്ധയായിരുന്നു. തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഉച്ചയായി. അച്ഛൻ പറഞ്ഞു, കൊച്ചു സിസ്റ്ററിന് ക്ഷീണം വരും, നമുക്ക് ഹോട്ടലിൽ കയറാം. അവിടെയുള്ള ആസാദ് ഹോട്ടലിൽ കയറ്റി നല്ല ഭക്ഷണം വാങ്ങിച്ചു തന്നു. ഇടയ്ക്കിടയ്ക്ക് ചായയും മറ്റും വാങ്ങിത്തന്ന്. വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ സ്വീകരണവും. ബഹുമാനപ്പെട്ട വല്യച്ഛൻ്റെ വീട് നല്ല ഭംഗിയുള്ള വീട്, വലിയ വീട്. സൽക്കാരമുറി, വീടിനോട് ചേർന്ന് വലിയ ഒരു ഹോൾ. ആ വീട്, അവിടെ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആ വീടെല്ലാം പൊളിച്ചു മാറ്റി ആ സ്ഥാനത്ത് വേറെ കെട്ടിടം, 2 നില കെട്ടിടമെല്ലാം ഇപ്പോൾ പണിതിരിക്കുന്നു. വേറൊരു അവസരത്തിലും എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൂടെ പ്രവിത്താനത്ത് പോകുവാനുള്ള അവസരം കിട്ടി. അഭിവന്യ ഗ്രിഗോറിയോസ് പിതാവ് പാലായിലുള്ള ഒരു പള്ളിയിൽ പെരുന്നാളിന് വിശുദ്ധ കുർബാന ചൊല്ലുന്നു. അതിനായി പാട്ടുപാടാൻ ബ്രദേഴ്സൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ വല്യച്ഛൻ സിസ്റ്റർ സോഫിയെയും എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട താഴത്ത് വീട്ടിലച്ഛൻ താഴത്ത് വീട്ടിലച്ഛൻ്റെ വീട്ടുകാരായിരുന്നു പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയത്. ബഹുമാനപ്പെട്ട അച്ഛനും നമ്മുടെ കൂടെ വന്നിരുന്നു. നമ്മുടെ അച്ഛൻ എത്ര ശ്രദ്ധയോടും കരുതലോടും കൂടെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. വിശുദ്ധനായ ഒരു അപ്പൻ്റെ കൂടെ പോകുന്ന അനുഭവമായിരുന്നു എനിക്ക് അന്നുണ്ടായത്. വല്യച്ഛൻ സുറിയാനി കുർബാനയാണ് ചൊല്ലിയിരുന്നത്. പാട്ടുകുർബാന ചൊല്ലണമെന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കും, ലിയോ ഉണ്ടോ? അപ്പോൾ സിസ്റ്റേഴ്സ് പറയും, ഉണ്ടച്ചാ. അപ്പോൾ ഹാർമോണിയം വായിക്കണമെന്ന് പറയും. അപ്പോൾ എനിക്ക് സന്തോഷം. ഞങ്ങളെല്ലാവരും ചേർന്ന് അച്ഛൻ്റെ പാട്ട് കുർബാനയ്ക്ക് കൂടും. അപ്പോൾ അച്ഛന് വലിയ സന്തോഷം. ഒരു കാര്യം, വേദപുസ്തകം നന്നായി വായിച്ചൊരുങ്ങിയിട്ടേ വരാവൂ. തെറ്റ് വന്നാൽ അച്ഛൻ കണ്ണാടി മാറ്റി വച്ചിട്ട് ഒരു നോട്ടം.
പിന്നീട് അത് തന്നെ വായിപ്പിക്കും. അച്ഛൻ കുർബാന ചൊല്ലുന്നത് എത്ര ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് കുറേ സമയം നീലറിൽ മുട്ടുകുത്തി ഈശോയോട് പ്രാർത്ഥിക്കും. അച്ഛന് മിഷൻ സൺഡേ വരുമ്പോൾ ഒരു ഹരമായിരുന്നു. അന്ന് രാവിലെ അച്ഛന് ഉപവാസമാണ്. അച്ഛൻ്റെ ഭക്ഷണമെല്ലാം സിസ്റ്റേഴ്സ് പൊതിഞ്ഞു കെട്ടി ലേലം വിളിക്കാൻ കൊടുക്കും. ആളുകൾ അത് വാശിയോടെ വിളിച്ച് വിളിച്ച് വലിയ ഒരു തുകയ്ക്ക് വാങ്ങും. ഇന്നും വല്യച്ഛനെ ഓർത്തുകൊണ്ട് ഈ ലേലം വിളി നടക്കുന്നുണ്ട്. ലേലം വിളിയുടെ സമയം മുഴുവനും അച്ഛൻ അവിടെ സന്തോഷത്തോടെ ഇരിക്കും. ബഹുമാനപ്പെട്ട വല്യച്ഛൻ്റെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് തമാശ പറയാനും ചിരിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അച്ഛൻ്റെ മുഖത്ത് ഒരു ദിവ്യമായ സന്തോഷമാണ് കണ്ടിരുന്നത്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖഭാവം. 1978 ഞാൻ ഓർക്കുന്നു, നമ്മുടെ വിശുദ്ധ നിയമം അച്ചടിച്ചു. അതിനു മുൻപ് കയ്യെഴുത്ത് പ്രതിയാണ് ഉപയോഗിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട മദർ വെറോനിക്ക മദർ ജനറൽ ആയിരുന്ന കാലത്ത് മദറിൻ്റെ സെക്രട്ടറി ആയിരുന്ന എന്നോട് ഒരു ദിവസം മദർ പറഞ്ഞു, ബഹുമാനപ്പെട്ട വല്യച്ഛൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ വിശുദ്ധ നിയമത്തിലിടാൻ ഒരു സന്ദേശം വാങ്ങിച്ചു കൊണ്ടുവരാൻ. ഞാൻ ഉടൻ തന്നെ മേടയിൽ പോയി ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സന്ദേശം ഞാൻ വാങ്ങി. ഉടൻ തന്നെ അച്ഛൻ്റെ ലെറ്റർ പാഡിലാണ് സന്ദേശം എഴുതി തന്നത്. ഇത്രയും വലിയ ഒരു കാര്യം പെട്ടെന്ന് എഴുതി തരണമെങ്കിൽ അച്ഛൻ്റെ ഹൃദയഭാവം എന്തായിരുന്നു? നമ്മുടെ വല്യച്ഛൻ പ്രാർത്ഥനയുടെയും ധ്യാനാത്മകതയുടെയും ആധ്യാത്മികതയുടെയും ഒരു പുണ്യപുരുഷനായിരുന്നു. മുഖത്തെ തേജസ്സും ദിവ്യ ആനന്ദവും സംതൃപ്തിയും ഒന്ന് കാണേണ്ടതായിരുന്നു. തടിക്കാരക്കോണത്തെ വസ്തു കാണാനും അത് എഴുതിപ്പിക്കാനുമൊക്കെ വല്യച്ഛൻ്റെയും ബഹുമാനപ്പെട്ട മോനിക്കാമ്മയുടെയും കൂടെ ഞാൻ പോയിട്ടുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റർ സ്റ്റെല്ല ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ വസ്തു ഉടമക്കാരോടും എഴുത്തുകാരോടുമൊക്കെയുള്ള സംസാരം എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് എല്ലാ കാര്യങ്ങളിലും നല്ല അറിവും ജ്ഞാനവും ഉണ്ടായിരുന്നു. ജനറലേറ്റിനുള്ള സ്ഥലം കാണുവാനും മറ്റും ബഹുമാനപ്പെട്ട മദർ ഇമാക്കുലേറ്റും ബഹുമാനപ്പെട്ട വല്യച്ഛനും സിസ്റ്റർ ഫെലിസിറ്റായും ഞാനും കൂടെ കുടപ്പനക്കുന്നിൽ പോയത് ഓർമ്മിക്കുന്നു. അപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ ആധികാരികത എത്രമാത്രമെന്ന് എനിക്ക് മനസ്സിലായി. ഈ നാട്ടിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് CSIയിൽ പെട്ട വലിയ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും അച്ഛനോട് നല്ല മതിപ്പും സ്നേഹവുമായിരുന്നു. അവരെല്ലാം അച്ഛനെ പ്രത്യേകം ആദരിച്ച് സംസാരിച്ചിരുന്നു. അത്രമാത്രം അറിവും ജ്ഞാനവും വ്യക്തിപ്രാഭവുമുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു നമ്മുടെ വല്യച്ഛൻ. എല്ലാവരും അച്ഛനെ ആദരവോടെ വീക്ഷിച്ചിരുന്നു. പഴയ കാര്യങ്ങളെല്ലാം പറയാൻ അച്ഛന് നല്ല ഇഷ്ടമായിരുന്നു. ബഹുമാനപ്പെട്ട വല്യ മദറിനെ കാണാൻ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട അച്ഛൻ പോങ്ങുമൂട് മഠത്തിൽ വന്നിരുന്നു. അച്ഛൻ വന്നെന്നറിയുമ്പോൾ സിസ്റ്റേഴ്സ് എല്ലാവരും അവിടെ ഓടിക്കൂടും. അക്കൂട്ടത്തിൽ നമ്മുടെ സിസ്റ്റർ ഫെലിസിറ്റായോട് സ്വല്പം ഗൗരവത്തിൽ എന്തോ അച്ഛൻ പറഞ്ഞു. സിസ്റ്ററിന് അതേപ്പറ്റി യാതൊരു വിഷമവും തോന്നിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫെലിസിറ്റായ്ക്ക് വല്യച്ഛൻ്റെ ഒരു കത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ സിസ്റ്ററിനോട് ഗൗരവത്തിൽ സംസാരിച്ചു, ദയവായി എന്നോട് ക്ഷമിക്കണമേ. ഇതായിരുന്നു കത്തിൻ്റെ ചുരുക്കം. ഇതാണ് നമ്മുടെ അച്ഛൻ്റെ ഹൃദയഭാവം, ഒരു വിശുദ്ധൻ്റെ ഹൃദയവിശുദ്ധി.
ക്രിസ്തുരാജ ഇടവക പള്ളിയിലെ മറ വലിച്ചു കുത്തി കീറിയിട്ടതും അയാളോട് പൂർണ്ണമായി ക്ഷമിച്ചതുമെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവർക്കെല്ലാം ഒരു പുഞ്ചിരിയാണ് ബഹുമാനപ്പെട്ട വല്യച്ഛൻ നൽകിയത്. ബഹുമാനപ്പെട്ട വല്യച്ഛൻ ഒരിക്കൽ ഒരു ലോറി വാങ്ങുവാനുള്ള അഡ്വാൻസ് കൊടുത്തു. തമിഴ്നാട്ടിലും കേരളത്തിലും ഓടിക്കാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എല്ലാം തീരുമാനത്തിലെത്തിയപ്പോൾ അവർ അച്ഛനോട് രഹസ്യത്തിൽ പറഞ്ഞു, കേരളത്തിലേക്ക് പെർമിറ്റ് ഇല്ലെങ്കിലും ആവശ്യം വരുമ്പോൾ അത് അച്ഛന് ഓടിക്കാം. ബോർഡറിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ സിൻസിയറിറ്റിയും നീതിബോധവും എല്ലാം പുറത്തേക്ക് വന്നു. എനിക്ക് നിങ്ങളുടെ ലോറിയും വേണ്ട, അഡ്വാൻസും വേണ്ട. ഇതാണ് അച്ഛൻ്റെ നീതിബോധവും സത്യസന്ധതയും. വല്യച്ഛന് ഫോറിൻ ഇടപാടുകളും ഗവൺമെൻറ്റിൻ്റെ കണക്കെഴുത്തുകളും ഒന്നും ഇഷ്ടമല്ല. എല്ലാം സുതാര്യമായിരിക്കണം. ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യണം. മാർത്താണ്ഡത്ത് വലിയ പള്ളിപ്പെരുന്നാൾ, ഇതിനിടയ്ക്ക് യൂത്ത് 7 സ്റ്റാർ എന്ന് പറയും, അവർ നല്ലതായിട്ട് ഡ്രാമ കളിക്കും. ഇപ്പം പെരുന്നാളിന് കളിക്കുവാനായിട്ട് അവർ അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ അനുവാദം കൊടുത്തു. പക്ഷേ ഒരു കാര്യം, വല്ലയിടത്തുനിന്നും പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കളിക്കാനുള്ള സ്ഥലമല്ല, സൂക്ഷിച്ചോണം. അവർ പറഞ്ഞു, ആ ഉവ്വച്ചാ ഉവ്വ. നാടകത്തിൻ്റെ സമയമായി. ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും, ആസ്പിരൻസും ഇടവ മക്കളും എല്ലാവരും സീറ്റും പിടിച്ച് ആകാംക്ഷയോടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതാ നാടകം തുടങ്ങും. ആരംഭിച്ചു കഴിഞ്ഞു. 1-ാം സീൻ കഴിഞ്ഞു, 2-ാം സീനും കഴിഞ്ഞു. ഇതാ 3-ാമത്തെ സീൻ. എന്താണ് അവിടെ കണ്ടത്? ഒരു പെണ്ണും ആണും കൂടെയുള്ള ആട്ടം. അച്ഛന് സഹിക്ക വയ്യ. അച്ഛൻ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് എന്തു പറഞ്ഞു? നിർത്തടാ, കർട്ടൻ അടയ്ക്ക, നാടകം നിർത്തൂ. ഗ്രൗണ്ട് മുഴുവൻ നിശബ്ദത. എല്ലാവരും വീട്ടിലേക്ക്. നമ്മൾ സിസ്റ്റേഴ്സ് എല്ലാവരും വായും പൊത്തി മഠത്തിലേക്കും പോയി. ഇതാണ് നമ്മുടെ വല്യച്ഛൻ്റെ ചങ്കൂറ്റം, ധൈര്യം, തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം. ബഹുമാനപ്പെട്ട വല്യച്ഛന് മോൺസിഞ്ഞോർ പദവി കിട്ടിയപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ സന്തോഷം എത്ര വലുതായിരുന്നു. അച്ഛനെ സ്വീകരിക്കുവാൻ വലിയ ആഘോഷത്തോടെ, അതേ ആനയുടെ അകമ്പടിയോടെയാണ് കുഴിത്തറയിൽ നിന്നും മാർത്താണ്ഡം ക്രിസ്തുരാജ പള്ളിയിലേക്ക് അച്ഛനെ സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട വല്യച്ഛന് ചിലപ്പോൾ വന്യപിതാവ് ഒരു ട്രാൻസ്ഫർ കൊടുത്താൽ ഒരു കെട്ടിടം വേണമല്ലോ എന്നോർത്ത് നമ്മുടെ മദർ ഇമ്മാക്കുലേറ്റും മറ്റു മദർമാരും കൂടെ വിവേകപൂർവം ആലോചിച്ചു. തീർച്ചയായിട്ടും അച്ഛനൊരു സ്ഥലം വേണം, അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ കെട്ടിടം അച്ഛന് പണിയിക്കാം. നമ്മുടെ മഠത്തിൻ്റെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ അച്ഛന് നല്ല സുഖമായിട്ട് അവിടെ അച്ഛന് വിശ്രമിക്കാം, താമസിക്കാം. അതിനായിട്ട് അവിടെ ഒരു കെട്ടിടം പണിതിട്ടു. എല്ലാവർക്കും സന്തോഷമായി. ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ അച്ഛന് ഇതാ ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക? സന്തോഷത്തോടെ പള്ളിയിൽ പോയി നമ്മുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ടുവന്ന് പുതിയ കെട്ടിടത്തിൽ താമസിപ്പിച്ചു. അച്ഛനും സമാധാനം, സന്തോഷം. പക്ഷേ അച്ഛന് ഈ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഒരു ഭാവഭേദവുമില്ല, ഒരു പരാതിയുമില്ല. നല്ല സമചിത്തതാ മനോഭാവം. അതാണ് അച്ഛൻ്റെ സ്വഭാവം. വിവരങ്ങളെല്ലാം കാട്ടുതീ പോലെ എല്ലാവരും അറിഞ്ഞു. ഇടവ മക്കളിൽ കുറേ പേർ
വളരെ സ്പിരിറ്റോടെ അരമനയിലേക്ക് പോയി. വന്യ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ പക്കൽ അവരുടെ സങ്കടം ബോധിപ്പിച്ചു. 50 വർഷത്തോളം കിടന്നിരുന്ന ആ മുറിയിൽ തന്നെ ഞങ്ങളുടെ അച്ഛനെ താമസിപ്പിക്കണം. അച്ഛൻ ഞങ്ങളുടെ അച്ഛനാണ്. ഇതായിരുന്നു അവരുടെ നിവേദനം. ഒരാഴ്ചയ്ക്കുള്ളിൽ വന്യപിതാവിൻ്റെ നിയമനം മാറ്റി എഴുതി. ബഹുമാനപ്പെട്ട വല്യച്ഛനെ ആഘോഷത്തോടെ പഴയ പള്ളിമുറിയിലേക്ക് ഇടവ മക്കൾ കൂട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. കൊച്ചു സിസ്റ്റർമാരൊക്കെ ഇതറിഞ്ഞിട്ടുണ്ടോ എന്തോ. പ്രിയ ബഹുമാനപ്പെട്ട വല്യച്ഛൻ്റെ ജൂബിലി ആഘോഷം കാഞ്ചോട് മഠത്തിൽ വച്ച് ഭംഗിയായി ആഘോഷിച്ചു. അച്ഛൻ്റെ നേതൃത്വത്തിൽ വലിയ വെടിക്കെട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇതിലൊക്കെ വലിയ സന്തോഷമാണ്. കുറച്ച് വെടിക്കെട്ട് വയ്ക്കുക, പൊട്ടാസ് പൊട്ടിക്കുക, അതെല്ലാം അച്ഛന് വേണ്ടിയിട്ടല്ല, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. അപ്പം ഞങ്ങളും ഈ വെടിക്കെട്ടും എല്ലാം കേട്ട് ഞങ്ങളെല്ലാവരും അച്ഛനോടുകൂടി ചേർന്ന് ചിരിച്ച് സന്തോഷിച്ചു. ബഹുമാനപ്പെട്ട വല്യച്ഛൻ്റെ ജീവിതത്തിൽ കാണുന്ന വലിയ ഒരു സ്വഭാവ ഗുണമാണ് അധികാരികളോടുള്ള അനുസരണം, കീഴ്വഴക്കം, താഴ്ച. ബഹുമാനപ്പെട്ട വല്യമദറിനെ കാണുവാനായി അഭിവന്യ പിതാക്കന്മാരും അച്ഛന്മാരും അക്കൂടെ നമ്മുടെ അച്ഛനും കാണും. പക്ഷേ അച്ഛൻ ഒറ്റ അക്ഷരം സംസാരിക്കുകയില്ല. വന്യപിതാക്കന്മാർക്കും മറ്റും ആദരവ് കൊടുത്തുകൊണ്ട് വല്യച്ഛൻ നിശബ്ദനായിരിക്കും. ഇത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓണത്തിൻ്റെ തലേ ദിവസം ബാലഭവനിലെ കുട്ടികൾക്ക് പൊട്ടാസും മറ്റും വാങ്ങി അച്ഛൻ അവരോടൊപ്പം ചെലവഴിച്ച്, ഇത് ഒരു പ്രാവശ്യം മറ്റുമല്ല, പല പ്രാവശ്യം അച്ഛൻ്റെ പല ആഘോഷങ്ങളിലും അച്ഛൻ കുട്ടികൾക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മഠത്തിലും വന്നു, പൊട്ടാസ് പൊട്ടിച്ച് തമാശ പറഞ്ഞു. അങ്ങനെ അച്ഛൻ തൻ്റെ മുറിയിലേക്ക് പോയി, കെട്ടിടത്തിലേക്ക് പോയി. സന്ധ്യയായല്ലോ, ഭക്ഷണമെല്ലാം കഴിച്ച് അച്ഛൻ സന്തോഷമായിട്ട് അങ്ങോട്ട് പോയി. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആഗ്രഹം പോലെ അന്ന് കിടക്കുന്നതിന് മുമ്പേ തന്നെ 2 കുർബാനയും ചൊല്ലി. രാത്രിയിൽ സുഖമായി ഉറങ്ങി, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ദൈവത്തിൻ്റെ വിളി കേട്ട് ആ വിശുദ്ധൻ, നമ്മുടെ പ്രിയങ്കരനായ വിനീതനായ നമ്മുടെ വല്യച്ഛൻ, വിശുദ്ധ ജീവിതത്തിൻ്റെ വലിയ മാതൃക നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. വല്യച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, എല്ലാം ദൈവം എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിച്ചു. ആ സൂക്തം 4-ാമത്തെ സൂക്തമാണ് അച്ഛൻ്റെ. അതേ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിശുദ്ധനായ വന്യ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലച്ഛനെ നമ്മുടെ മേരി മക്കൾ സമൂഹത്തിന് ലഭിച്ചതിൽ, സ്ഥാപകനായി ലഭിച്ചതിൽ നമുക്ക് സന്തോഷിക്കാം. നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധരാകാം, നല്ല മിഷനറിമാരാകാം. സന്തോഷത്തോടുകൂടി നമ്മുടെ സമർപ്പിത ജീവിതം ഏറ്റവും ഭംഗിയായി വിശുദ്ധമായിട്ട് നയിക്കാം. എല്ലാവർക്കും നന്ദി. എനിക്ക് ഇപ്പോൾ 85 വയസ്സാണുള്ളത്. പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. വിറയ്ക്കുന്ന വാക്കുകളൊക്കെ, തെറ്റുന്ന വാക്കുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾ എത്ര സന്തോഷത്തോടെ ആകാംക്ഷയോടെയാണ് നിങ്ങൾ കാത്തിരുന്ന് ഈ വാക്കുകൾ കേട്ടത്. കേട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും പ്രിയപ്പെട്ട ജനറൽ മദർ പ്രൊവിൻഷ്യൽസ് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എളിയ നന്ദി നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട്, നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം.